ഇനി പത്തനംതിട്ടയിലേക്ക് പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ഇതുവരെ 20 പ്രതികൾ അറസ്റ്റിലായി. പിടിയിലായവരെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. പെൺകുട്ടിയുടെയും മാതാപിതാക്കളുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്നറിയുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ കൂടുതൽ അറസ്റ്റിലേക്ക് പോവുകയാണല്ലോ കാര്യങ്ങൾ. കൈവിട്ടു പോയോ എല്ലാം? എസ്കെൻ കൈവിട്ടു പോയി എന്ന് നിസ്സംശയം നമുക്ക് പറയാം. പോലീസ് അവരുടെ ശക്തി മുഴുവൻ അല്ലെങ്കിൽ അവരുടെ മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ പ്രതികളെ കണ്ടെത്താനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഈ നിമിഷം നമ്മൾ സംസാരിക്കുമ്പോൾ പുതിയ അപ്ഡേറ്റ് വരുന്നു. 3 പേർ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു. ഇവർക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. അവർ കസ്റ്റഡിയിലായിരിക്കുന്നതാകട്ടെ പമ്പയിൽ നിന്നാണ്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് പമ്പയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പമ്പ പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവർ പമ്പയിൽ ജോലി ചെയ്യുന്ന ആളുകളാണോ എന്ന ഒരു സംശയം നിലവിലുണ്ട്. പമ്പയിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട്. ശബരിമല മണ്ഡലകാലമാണ്. സ്വാഭാവികമായി അവിടെ നിരവധി കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് എന്ന ഒരു പ്രാഥമികമായ വിവരം മാത്രമാണ് ലഭിക്കുന്നത്. ഇവരും ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. എന്തായാലും കുമ്പഴ സ്വദേശിയായ ഒരാൾ അറസ്റ്റിലായിരുന്നു കഴിഞ്ഞ ദിവസം. അയാൾ ഇപ്പോൾ കസ്റ്റഡിയിലാണുള്ളത്. എന്തായാലും അയാളുമായി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബാക്കി 3 പേരെ കൂടി ഇപ്പോൾ പമ്പയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നൊരു പ്രാഥമികമായ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് എത്രത്തോളം ഈ കേസിൽ പങ്കുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, വലിയ കഷ്ടമായി പറയേണ്ടത്, 19, 24, 22 ഒക്കെ വയസ്സായ ചെറുപ്പക്കാരാണ് ഇതിൽ പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കേസിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമാണ്. നേരത്തെ പെൺകുട്ടി 40ഓളം വരുന്ന ഫോൺ നമ്പറുകൾ തൻ്റെ അച്ഛൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന്, പെൺകുട്ടി സേവ് ചെയ്ത അച്ഛൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ കാണിച്ചു കൊടുത്തിരുന്നു. അതനുസരിച്ചുള്ള യജ്ഞമാണ് അല്ലെങ്കിൽ പ്രവർത്തനമാണ് പെട്ടെന്ന് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം 5 പേരെ ആദ്യ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. അതിൽ സുബിൻ എന്നയാളാണ് പെൺകുട്ടിക്ക് നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുത്തും സൗഹൃദം സ്ഥാപിച്ചും പിന്നീട് നഗ്നചിത്രങ്ങൾ ഇങ്ങോട്ട് വാങ്ങിച്ചും ക്രൂരമായി പീഡിപ്പിച്ചത് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇത് കൂടാതെ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ നഗ്നചിത്രങ്ങൾ ഈ പറയുന്ന പ്രതി മറ്റാളുകൾക്കും അയച്ചു കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഭീഷണിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തി ഈ പെൺകുട്ടി പോകുന്നത്, പല മേഖലകളിലേക്കും ആളുകളുടെ കൂടെ പോകുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും പെൺകുട്ടിയുടെയും വീട്ടുകാരുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ഈ ആർക്കെങ്കിലും, ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട മുൻപ് അറിവുണ്ടായിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് പോലീസ് പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ വിടുന്നില്ല. 62 മുതൽ 64 വരെ പ്രതികൾ എന്ന ഒരു പ്രാഥമികമായ വിവരം പോലീസ് നൽകുന്നുണ്ട്. അതിൽ ഏതാണ്ട് 50ലധികം ആളുകളെ പോലീസ് ഇതിനകം തന്നെ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ആരും തന്നെ നാട് വിട്ടു പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇതിലൊരു കായിക പരിശീലകനടക്കമുണ്ട്, ഒപ്പം പരിശീലിച്ച ആളുകളുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ എന്തായാലും ഈ കേസിൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ മേഖലകളിൽ മാത്രമല്ല തിരുവനന്തപുരത്തേക്കടക്കം ഈ കേസ് നീണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസിൻ്റെ അന്വേഷണം പഴുതടച്ച് നീങ്ങുന്നുണ്ട്. DIGയുടെ അടക്കം സന്ദർശനം ഒരുപക്ഷെ ഇന്ന് പത്തനംതിട്ടയിലേക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SK. ഓക്കെ, ശ്രീജിത്ത് ശ്രീകുമാരനാണ് നമുക്കൊപ്പം ചേർന്ന്.